ഹായ് ഫ്രണ്ട്സ്, കുങ് ഫൻ ഫിറ്റ്നസ് ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കിക്സ്, പഞ്ച്, ബ്ലോക്ക് എന്നിവ ആഡ് ചെയ്തുകൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് മൂവ്മെന്റുകളാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫോർവേഡിലേക്ക് നമ്മൾ മൂവ്മെന്റ് ചെയ്യുകയാണ്. ഫോർവേഡിലേക്ക് ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ പഞ്ചും കിക്സും അതുപോലെ തന്നെ ബ്ലോക്കും, ഈ മൂന്ന് കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൂവ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു 3 സ്റ്റേജ് ആയിട്ട് ഇത് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 സ്റ്റേജ് ആയിട്ട് ഈ ഒരു മൂവ്മെന്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ലെഗിന്റെ ആണ്. ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് ഫോർവേഡിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലെഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കൈകൾ രണ്ടും ഇതുപോലെ തന്നെ ഇവിടെ പുൾ ബാക്ക് ചെയ്ത് പിടിക്കുക. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇതുപോലെ ഗോങ് ബൂ അഥവാ ബോക്സ് ഡാൻസ്, ഈ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ ലെഗ് ഇതുപോലെ തന്നെ ബോഡി നല്ല ബാലൻസോടെ, ഷോൾഡർ വിത്തിൽ ബാലൻസോടെ ഇരിക്കുക. ബാക്കിലെ കാല് ടൈറ്റ് ചെയ്ത് വെക്കുക, നീ ബെൻഡ് ആവാതെ ടൈറ്റ് ചെയ്ത് വെക്കുക. ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. ഇവിടെ വന്ന് ഇനി ഈ ഒരു മൂവ്മെന്റിന്റെ ഒപ്പം ഇതിവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ കൈ ലെഫ്റ്റ് ഹാൻഡ്, ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ലെഗ് വെക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ഇവിടുന്ന് ബ്ലോക്ക് ചെയ്യുക. നമ്മൾ ഫേസിന് നേരെ വരുന്ന ഒരു പഞ്ചിന ഔട്ട് സൈഡിലേക്ക്, പുറത്തെ സൈഡിലേക്ക് ഈ ഒരു പാർട്ട് വരുന്നത്, ഈ ഒരു പാർട്ടിൽ കൊള്ളുന്ന രീതിയിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യുക. ബാക്കിലെ കൈ ഇവിടെ ഇങ്ങനെ പുൾ ബാക്ക് ചെയ്ത് പിടിച്ച് വെക്കുക. ഇനി ഈ കൈ വെച്ച് ഇവിടുന്ന് ഒരു പഞ്ച് കൂടി ചെയ്യാം. ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റെപ്പ് ചെയ്തു, ബ്ലോക്ക് ചെയ്തു, പഞ്ച് ചെയ്തു. ഒന്നുകൂടി ചെയ്ത് നോക്കാം. സോ ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു, ബ്ലോക്ക് ചെയ്തു, പഞ്ച് ചെയ്തു, തിരിച്ചു വരുന്നു. ഇനി ഈ 3 കാര്യങ്ങളും കൂടി ഒറ്റ മൂവ്മെന്റിൽ തന്നെ ചെയ്യാം. സ്റ്റെപ്പ് വെക്കുന്നു, ബ്ലോക്ക്, പഞ്ച്, ഒറ്റ മൂവ്മെന്റിൽ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1 സ്റ്റെപ്പിന്റെ ഒപ്പം ബ്ലോക്കും പഞ്ചും ഒരുമിച്ചാണ് വരുന്നത്. ഇനി അടുത്തൊരു സ്റ്റെപ്പ്, നമ്മൾ അടുത്തൊരു മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഈ ചെയ്ത ടെക്നിക്കുകളെല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ അതിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിലെ ലെഗ് ഇങ്ങോട്ട് എടുത്ത് ആദ്യമേ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് വേണം ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാൻ. അപ്പൊ ആ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ടെക്നിക്കുകൾ, നമ്മൾ ഹാൻഡ് മൂവ്മെന്റ് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഇത്രയും സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഇനി ലെഗ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ലെഗ് എടുത്ത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് അടുത്ത മൂവ്മെന്റിലേക്ക് പോകുന്നത്. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ബ്ലോക്കും പഞ്ചും നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക്, ഇടതുവശത്തേക്ക് ഇതുപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യാം. മടക്കിയിട്ട് ഈ ഇരിക്കുന്ന പൊസിഷൻ ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ക്ലോസ് ചെയ്യുന്നത് ഈ ലെഗ് എടുക്കുന്നു ഇവിടെ വരുന്ന സമയത്താണ്. ഇങ്ങോട്ട് ചേരുന്ന സമയത്ത്, ഈ കാലെടുത്ത് ചേർക്കുന്ന സമയത്ത് ഇത് പുൾ ബാക്ക് ചെയ്യുക. ഇനി ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് ഇവിടുന്ന് വീണ്ടും പഞ്ചും ബ്ലോക്കും. അപ്പൊ നമ്മുടെ സൈഡ് ചേഞ്ച് ആയി. നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് ബ്ലോക്കും റൈറ്റ് സൈഡ് പഞ്ചും ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് റൈറ്റ് സൈഡ് പഞ്ചും ലെഫ്റ്റ് സൈഡ് ബ്ലോക്കും ആയി. 1 ഇനി അടുത്ത മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ തന്നെ ക്ലോസ് ആയി. ബ്ലോക്ക് ചെയ്തേക്കുന്ന കൈ അതുപോലെ തന്നെ നമ്മൾ പഞ്ചിന് പുൾ ബാക്ക് ചെയ്യുന്ന പോലെ തന്നെ പഞ്ച് ചെയ്തേക്കുന്ന കൈ ബ്ലോക്കിന്റെ പൊസിഷനിലേക്ക്. കാരണം ഇനി അടുത്തത് ഇവിടുന്ന് ബ്ലോക്കാണ് എടുക്കുന്നത്. അപ്പം ഈ കാല് ഇവിടെ നിന്ന് വലിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഇവിടെ ക്ലോസ് ആവുന്ന സമയത്ത് ഇത് രണ്ടും വരുന്നു. വീണ്ടും സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് വീണ്ടും ഇത് മുന്നിലേക്ക്. ഇനി റൈറ്റ് ഹാൻഡ് ബ്ലോക്ക്, ലെഫ്റ്റ് ഹാൻഡ് പഞ്ച്. സെയിം ക്ലോസ് ആവുന്ന സമയത്ത് 1 2 3 4. നമ്മൾ പഞ്ചും ബ്ലോക്കും ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നു. ഫുൾ ഒരു ഫോഴ്സ് കൊടുക്കുക. ഈ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കിക്സ് കൂടി ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം മൂവ് ചെയ്യുന്ന സമയത്ത് 1. ഇനി ലെഗ് എടുക്കുന്നത് ഒരു കിക്സ് ചെയ്തുകൊണ്ടാണ്. ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ഒരു ത്രസ്റ്റ് കിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫോർവേഡിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റെപ്പ് താഴെ കൂടി വെച്ച അതേ പൊസിഷനിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു കിക്സ് ചെയ്തുകൊണ്ട് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുന്നു. ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കൈയുടെ മൂവ്മെന്റ് പഴയതുപോലെ സൈഡിൽ വരിക. ഇവിടെ നിന്ന് ബ്ലോക്കും പഞ്ചും ചെയ്യുക. 1 ബ്ലോക്ക് പഞ്ച്, 2 ബ്ലോക്ക് പഞ്ച്, 3 ബ്ലോക്ക് പഞ്ച്, 4 ബ്ലോക്ക് പഞ്ച്. അപ്പൊ ഇതുപോലെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കിക്സ് ചെയ്യുന്ന സമയത്ത് ലെഗ് എടുക്കുന്ന സമയത്ത് കൈകൾ രണ്ടും ഇതുപോലെ ഇവിടെ വരിക. ഇവിടെ നിന്ന് കിക്സ് അടിക്കുക. അതിനുശേഷം ലെഗ് ലാൻഡ് ചെയ്യുന്നത് ഇതുപോലെ 1 2 3 4
ആ മൂവ്മെന്റുകൾ എല്ലാവരും സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.